എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നേവിയിലേക്ക്, ഇന്ത്യൻ നാവികസേനയിലേക്ക് നിങ്ങൾക്ക് സെയിലർ ആവാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റ് ഇതാ റിലീസായിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയിലേക്ക് അൺമാരിഡ് ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാം. അപേക്ഷ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതലാണ് അപേക്ഷ അയക്കാൻ പറ്റുക. നിങ്ങൾ ഓഫ്ലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. തപാൽ മുഖാന്തരമാണ് അപ്ലൈ ചെയ്യേണ്ടത്. നല്ലൊരു അവസരം തന്നെ ഇന്ത്യൻ നാവികസേനയിലേക്ക് പെറ്റി ഓഫീസർ, ചീഫ് പെറ്റി ഓഫീസർ എന്ന ഉയർന്ന റാങ്കിലേക്കാണ് നിങ്ങളെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയിലേക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കൊരു +2 യോഗ്യത വേണം. പ്ലസ് ടുവിൽ ഏത് സ്ട്രീം പാസ്സായാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്പോർട്സ് റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് സ്പോർട്സ് ഡിസിപ്ലിൻ ഏതൊക്കെ സ്പോർട്സ് ഇവൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഔട്ട്സ്റ്റാൻഡിംഗ് സ്പോർട്സ് പേഴ്സൺ ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് അറ്റ് ഇൻ്റർനാഷണൽ ഓർ ജൂനിയർ ഓർ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഇൻ ഫോളോയിങ് ഡിസിപ്ലിൻ. അതായത് നിങ്ങൾ ഇൻ്റർനാഷണൽ, ജൂനിയർ, സീനിയർ, നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്പോർട്സുകൾ പറയുന്നത്, സ്പോർട്സ് ഇവൻ്റ് പറയുന്നത് അത്ലറ്റിക്സ്, അക്വാറ്റിക്സ്, ബാസ്ക്കറ്റ്ബോൾ, ബോക്സിംഗ്, ക്രിക്കറ്റ്, ഇക്വസ്ട്രിയൻ, ഫുട്ബോൾ, ഫെൻസിംഗ്, ആർട്ടിസ്റ്റിക്, ജിംനാസ്റ്റിക്സ്, ഹാൻഡ്ബോൾ, ഹോക്കി, കബഡി, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റെസ്ലിംഗ്, സ്ക്വാഷ്, ഗോൾഫ്, ടെന്നീസ്, കയാക്കിംഗ് ആൻഡ് കനോയിങ്, റോയിങ്, ഷൂട്ടിംഗ് ആൻഡ് സെയിലിംഗ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്പോർട്സ് ഇവൻറ്റിൽ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ +2 മതി. അപ്പോൾ നല്ലൊരു അവസരം നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി പെറ്റി ഓഫീസർ, പിന്നെ ചീഫ് പെറ്റി ഓഫീസർ സ്പോർട്സ് കോട്ട വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രിയാണ് ലഭിക്കാൻ പോകുന്നത്. ഏജ് ക്രൈറ്റീരിയ 17 മുതൽ 25 ആണെന്ന് ശ്രദ്ധിക്കുക. 99 നവംബർ 1 2007 30 ഏപ്രിലിൻ്റെ ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപേക്ഷ ഫീസൊന്നും വരുന്നില്ല. സെലക്ഷൻ പ്രൊസീജിയറിൽ ഡോക്യുമെൻറ്റേഷൻ, മെഡിക്കൽ എക്സാം, പിന്നെ സ്പോർട്സ് ഡിസിപ്ലിൻ്റെ ഒരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ്. ഫിസിക്കൽ ടെസ്റ്റോ എക്സാമിനേഷനോ വരുന്നില്ല. ഇനി ഹൈറ്റ് വേണ്ടത്, അപ്ലൈ ചെയ്യാൻ വേണ്ട ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ബോയ്സിന് വേണം, 152 സെൻറ്റിമീറ്റർ ഗേൾസിന് ഹൈറ്റ് ഉണ്ടായാൽ മതി. അപേക്ഷ അയക്കേണ്ടത് ഓർഡിനറി പോസ്റ്റ് വഴിയാണ്. ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ അഡ്രസ്സൊക്കെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അത് കണ്ട് നിങ്ങൾ അപേക്ഷ അയയ്ക്കുക. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 20 അതിന് മുന്നേ ഒരു ആപ്ലിക്കേഷൻ ഫോം ആ ഒരു അഡ്രസ്സിലേക്ക് എത്തണം. ആപ്ലിക്കേഷൻ ഫോം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ആ ഒരു അഡ്രസ്സിലേക്ക് അയക്കേണ്ടത്. കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അയക്കും വേണം. അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. കാരണം സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് അധികം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് മാക്സിമം കമൻറ്റ് ചെയ്താൽ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന സ്പോർട്സ് ഇവൻറ്റിൽ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ, ഇൻ്റർനാഷണൽ, ജൂനിയർ, സീനിയർ, നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. കോമ്പറ്റീഷൻ കുറഞ്ഞ റിക്രൂട്ട്മെൻറ്റാണ്. ഇന്ത്യൻ നേവിയിലേക്ക് സെയിലർ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് അപേക്ഷ അയക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യുക. ഒരുപാട് യൂണിഫോം ജോബിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക.